എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. തമിഴ് കിട്ടുന്നവർ വിജയിക്കും. ഇപ്പൊ അങ്ങനെയോ? മാറ്റിയോ? ഒറ്റയടിക്ക് മാറ്റി. ടൈല് ഹെഡ് പോന്നോട്ടെ. ഫസ്റ്റ് വൺ റോമിയോ. റോമിയോ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 10 സിനിമ ആഹാ തമിഴിൽ സ്ട്രീമിംഗ് തുടങ്ങും. ഓക്കെ. ലൈക്ക പ്രൊഡക്ഷൻസ് നെക്സ്റ്റ് മൂവി അനുപമ പരമേശ്വരൻ നായികയാവുന്ന സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നാളെ, അതായത് മെയ് 6 5 മണിക്ക്. ഓക്കെ. ഇതേതാ സിനിമ? തമിഴാണോ? തമിഴാണോ തെലുങ്കാണോ എന്ന് അറിഞ്ഞൂടാ. തമിഴായിരിക്കും. ലൈക്ക പ്രൊഡക്ഷൻ അല്ലേ? അതിലേക്ക് എത്തിച്ചു. പിന്നെ അല്ലാണ്ട് അത് തമിഴിലും ഇതിൽ വരുന്നുണ്ട്, തെലുങ്കിലും വരുന്നു. ഇന്ത്യൻ 2 സിനിമയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. സിനിമ ജൂണിൽ വരും എന്നുള്ളതായിരുന്നു ഇവർ അനൗൺസ് ചെയ്തത്. ജൂൺ 14 എന്നുള്ളതായിരുന്നു പറഞ്ഞ് കേട്ടിരുന്നത്. എന്തായാലും മെയ്യിലേക്ക് സിനിമ, ജൂലൈയിലേക്ക് അല്ല മെയ്യിലേക്കല്ല, ജൂലൈയിലേക്ക് തട്ടും. എടാ നീ പറഞ്ഞല്ലേ മുന്നിൽ നിൽക്കുന്നുള്ളൂ. നീ ഇപ്പൊ തന്നെ അഹങ്കരിച്ചല്ല, നീ ഇപ്പൊ തന്നെ തളരല്ലേ? തളർന്നല്ലത്, അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാതെ പറഞ്ഞതാണ്. സോറിയടാ, ചിന്തിക്കുക പോലും ചെയ്യാതെ. ജീനി തമിഴ്. ജീനി സിനിമയുടെ ഷൂട്ട് റാപ്പ് ആയിട്ടുണ്ട്. റിലീസ് ഡേറ്റ് ഏകദേശം ഓഗസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക് പ്ലാൻ ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത്. ഓക്കെ. 2 സോങ് കൂടിയോ? എന്താ ചെയ്യാനുള്ളത്? 2 സോങ്ങിന്റെ അത് എന്തോ അപ്ഡേഷൻ എന്തോ പുറത്ത് വരാനുള്ളതാണ്. ഓക്കെ. അടുത്ത കിഴി പുഷ്പ 2. സമത്തിലെ ഓക്കെ. പുഷ്പ സിനിമയുടെ എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 15-നാണല്ലോ. നമ്മുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രീ ഗോകുലം മൂവീസ്. വലിയ സിനിമകളൊന്നും ഇവിടെ എടുത്തിട്ടാ, എല്ലാവർക്കും കൊള്ളാം. അതിനെടുക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ വേണ്ട. അത് നോക്കണേ, അതിനുള്ള ആംബിയർ വേണം. അതെ. അടുത്തത് ഫഫ SJ സൂര്യ. തമിഴെത്തി. SJ സൂര്യ തമിഴല്ലടാ അത്. ഓക്കെ, ആയിക്കോട്ടെ, പറ. സിനിമ ഒരു ഗ്യാങ്സ്റ്റർ കോമഡി മൂവി ആയിരിക്കും എന്നാണ് ഇതില് വിപിൻ ദാസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും SJ സൂര്യ ഉള്ളത് കൊണ്ട് തന്നെ ഇത് തമിഴിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. തമിഴ് മൂവി. അതെ, എന്തായാലും ആവേശം പോലെ ഒരു കോമഡി ഗ്യാങ്സ്റ്റർ മൂവി. ആവേശം പോലെ ആവരുത്, നേരെ മാറണം. അത് മാറും, ടോട്ടലി മാറും. ആവേശം അങ്ങനെ ഒരു ജോണറിലായിരുന്നു, അതായത് കോമഡി ഗ്യാങ്സ്റ്റർ മൂവി ആയിരുന്നു. ഓക്കെ. വിപിൻ ദാസ് എന്തായാലും ആളുടെ സിനിമ ഇനി വരാനിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിൽ മെയ് 16. അടുത്ത കിഴി ധ്രുവ് വിക്രം നെക്സ്റ്റ്. മാജി സെൽവരാജ് സിനിമ സംവിധാനം ചെയ്യും. സിനിമയുടെ അനൗൺസ്മെൻറ്റ് നാളെ, കൃത്യം സമയം പറഞ്ഞിട്ടില്ല, നാളെ എന്തായാലും വരും. അഹങ്കാരം കയറി കഴിഞ്ഞാൽ പിന്നെ ബാലേന്ദ്ര മേനോനാകും. ഒരു രക്ഷയില്ല. പിന്നല്ലാണ്ട് ബാലേന്ദ്ര മേനോനാണ് അങ്ങനെ സംസാരിക്കുന്നത്. അതെ, ആ സാധനം തന്നെ. അടുത്തത് വിശ്വംഭര. നമ്മുടെ മനസ്സിലായി. എന്തായാലും തൃശ്യ അവിടെ ഉണ്ട്. തൃശ്യയുടെ ആദ്യം തന്നെ പറഞ്ഞേക്ക, തൃശ്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. തൃശ്യ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം തന്നെ തെലുങ്ക് കാണുന്നു. മെഗാസ്റ്റാർ ചിരഞ്ജീവി ഗാരു സ്വർണത്തിന് മേളിൽ കയറി സിനിമ. സ്വർണത്തിന് മുകളിലാണ്. മലത്തി അടിക്കൂടാ നിന്നെ ഞാൻ, നീ നോക്കിക്കോ. ബാരോസ്. അതൊന്നും കാര്യമില്ലല്ലോ. ബാരോസ് സിനിമയുടെ റിലീസ് ഡേറ്റ്, അതായത് സിനിമ പ്ലാൻ ചെയ്യുന്നത് ഓണത്തിനായിരിക്കും കേട്ടോ. ഓണത്തിന് പോയി പ്ലാൻ ചെയ്യുന്നല്ല, ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് ഓണത്തിന് റിലീസ് പ്ലാനിങ്. അതെ. ഓക്കെടാ കൂട്ടാ. അടുത്തത് ടർബോ. ഓ മൈ ഗോഡ്. സിനിമയുടെ ഒരു ഗ്ലിംസ്, അതായത് ഓഡിയോ റെക്കോർഡിങ്ങിന്റെ ഇടയ്ക്ക് നടന്ന ഒരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട്. സാധാരണ റെക്കോർഡിംഗ് അല്ല, അവിടെ എല്ലാവരും ഉണ്ട്. അന്ന് അതാണ് ആ പോസ്റ്റർ വന്നില്ലേ, ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ, ഒരു സെൽഫി ഉണ്ടല്ലോ, ക്രിസ്റ്റോ സേവിയർ. ഓക്കെ, എന്തായാലും നമുക്ക് കാണാം. ജോസ് ഫാമിലി തീം ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫാമിലിക്ക് പ്രത്യേക ഒരു തീം മ്യൂസിക്കോ.
പിന്നെന്താ സപ്ത റെക്കോർഡ്സ്. ക്രിസ്റ്റോ. ആയിരിക്കുന്നു ജോസ്. സുനില്. വേറെ ലെവലാക്കിട്ടാണല്ലോ. ഇതൊരു ഇമോഷണൽ, ഒരു ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഫീൽ ചെയ്യുന്ന സാധനം. വയലിൻ കയറ്റിട്ട് അങ്ങ് തകർത്തേക്കാണ്. എന്താണെങ്കിലും സിനിമയുടെ FDFS വരുന്നത് 8:30 കേട്ടോ. ഫസ്റ്റ് ഷോ വരുന്നത്. മമ്മൂക്ക സമ്മതിക്കുമായിരിക്കും. ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇനി അറിഞ്ഞൂടാട്ടോ, ചിലപ്പോ 9 മണി 9:30 ഇതാണ് അങ്ങേരുടെ ഒരു കണക്ക്. പക്ഷെ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 8:30 വരും എന്നാണ് കേൾക്കുന്നത്. റെഗുലർ ഷോ 10 മണിക്കും അങ്ങനെയാണ് കേൾക്കുന്നത് കേട്ടോ. നോക്കാം. അടുത്ത കിഴി. കൊടുങ്ങല്ലേ, അത് അരങ്ങിയിരിക്കാം അവിടെ. ഒരെണ്ണം എന്ന് പറഞ്ഞതിലാണ് ആ ഒരെണ്ണം പോയത്. ഒരെണ്ണത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഈ ഒരെണ്ണത്തിന് രണ്ടാമത്തെ ഒന്നുള്ളൂ അല്ല, രണ്ടെണ്ണത്തിനല്ലേ? അടുത്ത കിഴി ചാക്കോച്ചൻ പ്രിയാമണി മൂവി. സിനിമയുടെ പൂജ കഴിഞ്ഞു. എന്താ സമാധാനം എന്ന് പറഞ്ഞ പ്രിയാമണി ഇപ്പൊ തമിഴിലൊക്കെയാണ് കുറച്ച് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം ഞാൻ പറഞ്ഞ തമിഴ് നടിമാരുടെയും തമിഴ് നടന്റെ കാര്യങ്ങളാണ്. നിന്റെ ആ ഒരു ഇത് ഞാൻ കണ്ടുപിടിച്ചത്. തോന്നി നിന്റെ രീതി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ 5 എണ്ണത്തിന് മുന്നില. എന്താണെങ്കിലും ജിത്തു അഷ്റഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത് തന്നെ ഷൂട്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം എന്താണെന്ന് അറിയാം, ഇതിന്റെ പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ മാർട്ടിൻ പ്രക്കാട് പ്രസൻസ് ആണ്. അപ്പം അതിനനുസരിച്ചുള്ള സാധനം ഉണ്ടാവും കേട്ടോ. കണ്ടന്റ് വേറെ ലെവലായിരിക്കും. കാരണം നമുക്കറിയാം നായാട്ടൊക്കെ മാർട്ടിൻ പ്രാക്കാട്ടാണ് അതിന്റെ പ്രൊഡക്ഷൻ സൈക്കിൾ ഉണ്ടായിരുന്നത്. സിനിമ വേറെ ലെവൽ സാധനമായിരുന്നു. ഇരട്ട ഇതിന്റെ ഒക്കെ അതൊക്കെ കണ്ടന്റ് കൊണ്ട് ഭയങ്കര സാധനങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഇതായിരിക്കാം. അടുത്തത് തെറ്റുമല്ലോ. സിനിമയുടെ ഒരു അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വരുമെന്നാണ് കേൾക്കുന്നത്. ഫാഹിം സഫറാണ് ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളത്. ഏതോ വലിയ മ്യൂസിക് ഡയറക്ടർ കൂടെയാണ്. മ്യൂസിക്കിന്റെ എന്തോ ഒരു സെക്ഷൻ തന്നെയാണ് തോന്നുന്നു വരാൻ പോകുന്നത്. അതായത് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത് ആര് എന്നുള്ളതാണോ എന്നൊരു സംശയം പറയാൻ പറ്റില്ല. എന്തായാലും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആള്. അതുകൊണ്ട് കാത്തിരിക്കാം. ഉടനടി അപ്ഡേറ്റ്സ് വരും. അള്ളാ അടച്ചോനെ. SSMB 29 ഒരു കാര്യമില്ല. SS രാജമൗലി, മഹേഷ് ബാബു. അത് എത്ര എടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, തമിഴ് കൂടുതൽ കിട്ടണ്ടേ? ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന, അതായത് വമ്പൻ സിനിമ, ഇന്റർനാഷണൽ ഐറ്റം. എന്തായാലും സിനിമയുടെ ഒരു ഇതിന് ആളുടെ ആക്ഷൻ സീക്വൻസിനൊക്കെ പ്രത്യേക വർഷിപ്പ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ടുണ്ട്. അറിയാലോ, രാജമൗലി സിനിമകൾക്കൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ അതിന്റെ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. അതായത് നടനെ ഇല്ലാതാക്കും. ഏത് ലെവലിലേക്കാണോ ആൾ ഉദ്ദേശിക്കുന്നത് ആ ലെവലിലേക്ക് ആ നായകനെ എത്തിക്കുക എന്നുള്ളതാണ് ആളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് പണിയെടുപ്പിക്കുന്ന പരിപാടികൾ. എന്താണെങ്കിലും അടുത്ത കിഴിയോടുകൂടി ഞാൻ എൻ്റെ വിജയം സുനിശ്ചിതമാക്കും. വേട്ടയ്യൻ. ഓക്കെ, പിന്നെ നീ അല്ല ഞാൻ എടുത്തും കൂടി എടുത്തുകൊണ്ട് പോകും. അല്ലാന്ന്. വേട്ടയ്യൻ സിനിമയുടെ മുംബൈ ഷെഡ്യൂള് കഴിഞ്ഞു. 80% ഷൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് 20% കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. പിന്നെ 80% കഴിഞ്ഞ് 100%ത്തേക്ക് 20% അല്ലേ? പിന്നെ വെരി ഫണ്ണി. എന്താണെങ്കിലും എനിക്ക് ആ സീൻ പെട്ടെന്ന് ഓർമ്മ വന്നടാ. അതാ എന്താ രസം ആ സമയത്തുള്ള ഡയലോഗ് ഡെലിവറി അടിപൊളി. എന്താണെങ്കിലും അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ തന്നെ അല്ല നാളെ വരാം. ബൈ. പാറിയല്ലോ മൊത്തത്തിൽ.